നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരേ. ഞാൻ ഋജുരാമൻ. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ 4-ാമത്തെ അധ്യായം അല്ലെങ്കിൽ 4-ാമത്തെ പർവ്വമായിട്ടുള്ള വിരാടപർവ്വത്തിലെ ഉപാധ്യായങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ നമ്മൾ പാണ്ഡവ പ്രവേശ പർവ്വം പൂർത്തിയാക്കിയിട്ടുണ്ടായിരുന്നു. അതിൽ പാണ്ഡവർ വേഷപ്രച്ഛന്നരായിട്ട് വിരാട രാജ്യത്തിലേക്ക് അജ്ഞാതവാസത്തിനായിട്ട് എത്തുന്നത് വളരെ വിശദമായിട്ട് ആണ് നമ്മൾ കേട്ടത്. അത് വിശദമായിട്ട് കേൾക്കണം എന്നുള്ളവരെ കഴിഞ്ഞൊരു വീഡിയോ കേൾക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ കഥ പറയുന്നത് മഹാഭാരതം മലയാളത്തിലേക്ക് പൂർണ്ണമായിട്ടും ഗദ്യത്തിൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്ത വിദ്വാൻ കെ പ്രകാശം എന്ന് പറയുന്ന മഹത് വ്യക്തിയുടെ ഒരു പരിഭാഷയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. DC ബുക്സാണ് ഈ പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഇന്ന് നമ്മൾ കേൾക്കുന്നത് സമയപാലന പർവ്വം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ്. അവിടെ ജീമൂതവധവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. ജനമേജയൻ ചോദിച്ചു, മത്സ്യരാജാവിൻ്റെ കൊട്ടാരത്തിൽ എത്തിയ ശേഷം പാണ്ഡവർ പിന്നീട് എന്തൊക്കെയാണ് ചെയ്തത്? വൈശമ്പായനൻ മറുപടി പറഞ്ഞു, പാണ്ഡവർ മത്സ്യപുരിയിൽ എന്തു ചെയ്തുവെന്ന് ഞാൻ പറയാം. നിങ്ങളെല്ലാവരും വിശദമായിട്ട് കേൾക്കൂ. തൃണബിന്ദു മഹർഷിയുടെ അനുഗ്രഹത്താലും യമധർമ്മൻ്റെ പ്രസാദത്താലും അവർ അവിടെ ആരും അറിയാത്ത വിധം താമസിച്ചു. സഭാംഗമായി തീർന്ന യുധിഷ്ഠിരൻ മത്സ്യരാജാവിനെയും അവിടുത്തെ ആളുകൾക്കും വളരെ പ്രിയപ്പെട്ടവനായിട്ട് മാറി. അപ്രകാരം പുത്രന്മാരോടൊപ്പം ഇരിക്കുന്ന വിരാടരാജാവിന് യുധിഷ്ഠിരനോട് വലിയ താല്പര്യമായി. ചൂതാട്ടത്തിൽ താല്പര്യമുള്ള യുധിഷ്ഠിരൻ അവരുമായി കളിച്ചു. അവരെ സന്തോഷിപ്പിച്ച് അവിടെ കഴിഞ്ഞുകൂടി. ചരടിൻ്റെ തുമ്പിൽ കെട്ടിയ പക്ഷിയെ കളിപ്പിക്കുന്നത് പോലെ വിരാടരാജാവിനെ കളിപ്പിച്ച് യുധിഷ്ഠിരൻ ധനം നേടി. തൻ്റെ സഹോദരന്മാർ പോലും അറിയാതെ ആ ധനം അദ്ദേഹം അവർക്ക് വീതിച്ച് നൽകിക്കൊണ്ടിരുന്നു. ഭീമനും പലവിധത്തിലുള്ള ഭക്ഷണങ്ങളും മാംസങ്ങളും മത്സ്യരാജാവ് അനുവദിച്ച് നൽകുന്നവ ധർമ്മപുത്രന് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അന്തഃപുരത്തിൽ നിന്ന് ധനഞ്ജയൻ സമ്പാദിച്ച പഴയ വസ്ത്രങ്ങളെല്ലാം പാണ്ഡവർക്ക് നൽകി. ഗോപാലകനായി വേഷം കെട്ടിയ സഹദേവൻ പാലും നെയ്യും മറ്റു പാണ്ഡവർക്ക് നൽകി. കുതിരാലയത്തിൽ നിന്ന് നകുലൻ സമ്പാദിച്ച ധനം കൊണ്ടും അദ്ദേഹം രാജാവിനെ പ്രീതിപ്പെടുത്തി ആ ധനമെല്ലാം വീതിച്ച് പാണ്ഡവർക്ക് നൽകി. പാഞ്ചാലി 5 പേരെയും കണ്ടിട്ടും കാണാത്ത രീതിയിൽ തന്നെയാണ് അവിടെ കഴിഞ്ഞത്. അങ്ങനെ മഹാരഥന്മാരായിട്ടുള്ള പാണ്ഡവർ അന്യോന്യം സഹകരിച്ച് വിരാടപുരിയിൽ ഗർഭസ്ഥ പശുക്കളെ പോലെ പുറലോകം അറിയാതെ താമസിക്കാൻ തുടങ്ങി. ദുര്യോധനൻ അറിഞ്ഞാലോ എന്ന് പേടിയാൽ പാഞ്ചാലിയെ കണ്ടിട്ടും ഒന്നും മിണ്ടാതെ അവർ രഹസ്യമായിട്ട് ദിവസങ്ങൾ തള്ളി നിൽക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി. അങ്ങനെ 4-ാമത്തെ മാസത്തിൽ ആവേശത്തോടെ ആഘോഷിക്കുന്ന ബ്രഹ്മോത്സവം വന്നുയർന്നു. അതിനായി പലയിടങ്ങളിൽ നിന്നും മത്സ്യരാജ്യത്തേക്ക് മല്ലന്മാരും കായിക താരങ്ങളും എത്തിച്ചേർന്നു. ശിവോത്സവം പോലെ വലിയ ആഘോഷത്തോടു കൂടിയിട്ട് ബ്രഹ്മോത്സവം അവർ ആഘോഷിച്ചിരുന്നു. ക്രൂരന്മാരും വീര്യമുള്ളവരും കാലകയാസുരന്മാർക്ക് തുല്യരും കരുത്തരുമായിട്ടുള്ള മല്ലന്മാർ വന്ന് രാജാവിൻ്റെ മുന്നിൽ ഹാജരായി. രാജാവ് അതിഥികളെ സ്വീകരിച്ചു. അതിൽ ഏറ്റവും ശക്തനായിട്ടുള്ള ജീമൂതൻ എന്ന് പറയുന്ന ഒരു മല്ലൻ രംഗത്ത് വന്ന് മറ്റുള്ളവരെയൊക്കെ വെല്ലുവിളിച്ചു. അഹങ്കാരിയായിട്ടുള്ള അവനോട് ഏറ്റുമുട്ടാൻ ആരും ധൈര്യപ്പെട്ടില്ല. ബുദ്ധിമാന്മാരായിട്ടുള്ള മറ്റു മല്ലന്മാരും പിന്മാറി. ഒടുവിൽ വിരാടരാജാവിൻ്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഭീമൻ മത്സരത്തിനിറങ്ങിയത്. തൻ്റെ സത്യം വെളിപ്പെടുമെന്ന ഭയം കാരണം ഭീമൻ ആദ്യം മടിച്ചു നിന്നു. പുരുഷന്മാരിൽ ഉത്തമനായിട്ടുള്ള ഭീമൻ ഒരു പുലിയെപ്പോലെ പതുക്കെ രംഗത്തേക്ക് കടന്നു വന്നു. വിരാടരാജാവിനെ കണ്ട് അദ്ദേഹം വണങ്ങി. കൂടെ നിന്നവരൊക്കെ ആവേശത്തിലായി. ഭീമൻ തൻ്റെ വസ്ത്രം മുറുക്കി കെട്ടി പോരിന് തയ്യാറായി. ജീമൂതൻ എന്നു പേരുള്ള ആ വലിയ മല്ലനെ ഭീമൻ വെല്ലുവിളിച്ചു. ഭീമനെപ്പോലെ തന്നെ കരുത്തനായിട്ടുള്ള ആ മല്ലൻ മുന്നോട്ട് വന്നു. ഇരുവരും ആനകളെപ്പോലെ കരുത്തരായിരുന്നു. ആദ്യം അവർ തമ്മിൽ ബാഹുയുദ്ധം ആരംഭിച്ചു. പരസ്പരം ജയിക്കാൻ നോക്കി ആവേശത്തോടെ അവർ പൊരുതി. ഇന്ദ്രൻ്റെ വജ്രായുധവും പർവ്വതവും തമ്മിൽ ഏറ്റുമുട്ടുന്നത് പോലെ തോന്നി. കൈകൾ ചുരുട്ടിയടിച്ചും പിടിച്ചു വലിച്ചും ഇടിച്ചും അവർ പോരാടി. ആയുധങ്ങളില്ലാതെ ശാരീരിക ശക്തി കൊണ്ട് മാത്രം നടത്തിയ ആ മല്ലയുദ്ധം അതിഭയങ്കരമായിരുന്നു. കാണികൾ ആവേശത്തോടെ ആ മല്ലയുദ്ധം കണ്ട് ആർപ്പ് വിളിക്കാൻ തുടങ്ങി. ഇന്ദ്രനും വൃത്രാസുരനും തമ്മിലുള്ള യുദ്ധം പോലെ ജനങ്ങൾ കൗതുകത്തോടെ അത് നോക്കി നിന്നു. പരസ്പരം വെല്ലുവിളിച്ചും നിന്ദിച്ചും അവർ മല്ലയുദ്ധം തുടർന്നു. ഇരുമ്പുകിലൊക്കെ പോലെയുള്ള കൈകൾ കൊണ്ട് അവർ ഏറ്റുമുട്ടി. ഒടുവിൽ ഭീമൻ ആ മല്ലനെ കൈകൊണ്ട് ഉയർത്തി. ഒരു ആനയെ കടുവ പിടിക്കുന്നത് പോലെ ഭീമൻ അവനെ പിടിച്ച് കുലുക്കി. ആ മല്ലനെ 2 കൈകൊണ്ടും പൊക്കി തൻ്റെ തലയ്ക്ക് ചുറ്റും വട്ടം കറക്കാൻ തുടങ്ങി. ഭീമൻ്റെ ഈ വീരവൃത്യം കണ്ട് രാജാവും മറ്റു മല്ലന്മാരും അത്ഭുതപ്പെട്ടു. 100 വട്ടം കറക്കിയതോടു കൂടിയിട്ട് ആ മല്ലൻ്റെ സകല ശക്തിയും ചോർന്നുപോയി. ഭീമൻ അവനെ നിലത്തിട്ട് തകർത്ത് കളഞ്ഞു. ലോകപ്രശസ്തനായിട്ടുള്ള ജീമൂതൻ മരിച്ചപ്പോൾ വിരാട് രാജാവ് തൻ്റെ ബന്ധുക്കളോടൊപ്പം വളരെയധികം സന്തോഷിച്ചു. അതിരത്തെ സന്തോഷത്താൽ വിരാടരാജാവ് കുബേരൻ ധനം നൽകുന്നതുപോലെ ആ വേദിയിൽ വെച്ച് തന്നെ വല്ലവന് ധാരാളം സമ്പത്ത് നൽകി. ഇത്തരത്തിൽ പല മല്ലന്മാരെയും തോൽപ്പിച്ച് ഭീമൻ മത്സ്യരാജാവിനെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. ഭീമിന് തുല്യനായി വേറെ മല്ലന്മാരെ ആരെയും കിട്ടാതായപ്പോൾ സിംഹം, പുലി, മതമിളകിയ ആന തുടങ്ങിയ വന്യമൃഗങ്ങളോട് പോരാടാൻ രാജാവ് ഭീമനെ വിനിയോഗിച്ചു. അന്തഃപുരത്തിലെ സ്ത്രീകളുടെ മുമ്പിൽ വെച്ചും ഭീമനെ സിംഹങ്ങളോട് മല്ലടിപ്പിച്ചു. പാട്ടുകൊണ്ടും നൃത്തം കൊണ്ടും അർജുനൻ അന്തഃപുരത്തിലുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരുന്നു. പലയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്ന വേഗമുള്ള കുതിരകളെ മെരുക്കി നകുലനും രാജാവിനെ പ്രീതിപ്പെടുത്തി. അവന് രാജാവ് ധാരാളം ധനം പ്രതിഫലമായി നൽകി. കാളകളെ ഇണക്കി കാണിക്കുന്നത് കണ്ട് സഹദേവനും രാജാവിൽ നിന്ന് ധാരാളം സമ്മാനങ്ങൾ നേടി. ഈ മഹാരഥന്മാർ കഷ്ടപ്പെടുന്നത് കണ്ട് അവരുടെ ധർമ്മപത്നിയായിട്ടുള്ള ദ്രൗപദി
അതിയായിട്ടുള്ള ദുഃഖത്തോടു കൂടിയിട്ട് നെടുവേർപ്പെട്ടു. ഇപ്രകാരം ആ ഉത്തമ പുരുഷന്മാർ രഹസ്യമായി വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ സേവകരായിട്ട് കഴിഞ്ഞുകൂടാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമ്മളിനിയും പുതിയൊരു പർവ്വത്തിലേക്ക് കടക്കുകയാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു പർവ്വമാണ് കീചക വധപർവ്വം. ഒരുപാട് കഥകളിയായിട്ടുമൊക്കെ ഇറങ്ങിയിട്ടുള്ളതാണ്. വൈശമ്പായനൻ കഥ തുടരുകയാണ്. മത്സ്യരാജാവിൻ്റെ നഗരത്തിൽ പാണ്ഡവർ ആരും അറിയാതെ 10 മാസം താമസിച്ചു. സുദേഷണ രാജ്ഞിയെ സേവിച്ച് ദ്രൗപദി ദുഃഖത്തോടെ അവിടെ കഴിഞ്ഞുകൂടി. വേറൊരാളുടെ വീട്ടിൽ മറ്റൊരു സ്ത്രീയെ സേവിച്ച് ജീവിക്കേണ്ടി വന്നെങ്കിലും പാഞ്ചാലി തൻ്റെ സ്വഭാവഗുണം കൊണ്ട് സുദേഷണയ്ക്കും അന്തഃപുരത്തിലെ മറ്റ് സ്ത്രീകൾക്കും വളരെ പ്രിയപ്പെട്ടവളായി മാറി. അങ്ങനെ 1 വർഷം അവസാനിക്കാറായ സമയത്ത് വിരാട രാജാവിൻ്റെ സേനാധിപതിയും സുദേഷണയുടെ ആംഗളയുമായിട്ടുള്ള കീചകൻ പാഞ്ചാലിയെ കണ്ടു. ദേവസ്ത്രീയെപ്പോലെ തിളങ്ങുന്ന അവളെ കണ്ടപ്പോൾ കീചകൻ കാമമോഹിതനായി മാറി. ആഗ്രഹത്താൽ അവൻ സുദേഷണയുടെ അടുത്ത് നിന്ന് ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: സുന്ദരിയായിട്ടുള്ള ഈ യുവതിയെ ഞാൻ ഇതിനു മുമ്പ് വിരാടൻ്റെ കൊട്ടാരത്തിൽ കണ്ടിട്ടില്ലല്ലോ. മദ്യത്തിൻ്റെ ഗന്ധം ഒരാളെ മയക്കുന്നത് പോലെ ഇവളുടെ സൗന്ദര്യം എന്നെ മയക്കിയിരിക്കുന്നു. എൻ്റെ ഹൃദയത്തിൽ ഇണങ്ങിയവളായിട്ടുള്ള ഈ സുന്ദരി ആരാണ്? ഇവൾ എവിടെ നിന്ന് വന്നു? ഇവൾ ആരുടേതാണ്? എന്തിനാണ് വന്നത്? ഇവളെൻ്റെ ഹൃദയത്തെ കീഴടക്കി കഴിഞ്ഞിരിക്കുന്നു. തളർന്ന എൻ്റെ മനസ്സിനെ ഇവളല്ലാതെ വേറെ മരുന്നൊന്നും ഞാൻ കാണുന്നില്ല. ഈ സുന്ദരി നിൻ്റെ വേലക്കാരിയാണെന്നോ? ഇതൊട്ടും ശരിയല്ല. ഇവളെ വേലക്കാരിയാകാൻ പറ്റിയവളല്ല. നീ പറയുകയാണെങ്കിൽ ഇവൾക്ക് വേണ്ടിയിട്ട് ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ്. ആനകളും കുതിരകളും രഥങ്ങളും മനോഹരങ്ങളായിട്ടുള്ള ആഭരണങ്ങളും വലിയ കൊട്ടാരവും ഞാൻ ഇവൾക്ക് നൽകാം. നീ ഒന്ന് ചോദിച്ചു നോക്കൂ. ഇപ്രകാരം സുദേഷനോട് പറഞ്ഞിട്ട് കീചകൻ ദ്രൗപദിയുടെ അടുത്തേക്ക് ചെന്നു. കാട്ടിലെ കുറുക്കൻ സിംഹിയെ സമീപിക്കുന്നത് പോലെയായിരുന്നു അത്. കീചകൻ പറഞ്ഞു: ഭാഗ്യവതിയായിട്ടുള്ള സുന്ദരി, നീ ആരുടെ മകളാണ്? വിരാടപുരിയിലേക്ക് നീ എവിടെ നിന്ന് വന്നു? നിന്റെ സൗന്ദര്യവും കാന്തിയും ആരെയും ആകർഷിക്കുന്നതാണ്. അല്ലയോ സുന്ദരി, നിന്റെ മുഖം തെളിഞ്ഞ് ചന്ദ്രനെ പോലെ തിളങ്ങുന്നു. നിന്റെ നീണ്ട കണ്ണുകളും താമരപ്പൂവിനൊരു സാമ്യമുള്ള നിറവും എന്തൊരു ഭംഗിയാണ്. എല്ലാ അവയവങ്ങളും മനോഹരങ്ങളായവളെ, നിന്റെ സംസാരം കുയിലിൻ്റെ നാദം പോലെ ഹൃദയം കവരുന്നു. നിന്നെപ്പോലെ ഇത്ര സുന്ദരിയായിട്ടുള്ള ഒരു പെണ്ണിനെ ഈ ലോകത്തിൽ ഞാൻ കണ്ടിട്ടില്ല. താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മിദേവി ഭൂമിയിലേക്ക് ഇറങ്ങി വന്നതാണോ നീ? അതിസുന്ദരിയായിട്ടുള്ള നീ കാമദേവൻ്റെ പത്നിയായിട്ടുള്ള രതി തന്നെയാണോ? നീ ചന്ദ്രപ്രകാശത്തെ പോലെയാണ് തിളങ്ങുന്നത്. നിന്റെ മുഖം കണ്ടാൽ ഈ ലോകത്തിൽ ഏത് പുരുഷനാണ് കാമത്തിന് അടിമയാകാതിരിക്കുക? മുത്തുമാല അണിയേണ്ടവളും ഭംഗിയുള്ളവളുമായിട്ടുള്ള നിന്റെ മാറിടം താമരമുട്ടിന് തുല്യമാണ്. അവ കാമദേവൻ്റെ ചാട്ടുവാറ കൊണ്ടുള്ള അടിപോലെ എൻ്റെ മനസ്സിനെ പൊള്ളിക്കുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നു. സുന്ദരി, ഭാരമേറിയ മാറിടം താങ്ങാൻ പ്രയാസപ്പെടുന്ന നിന്റെ അരക്കെട്ട് കൈപ്പിടിയിൽ ഒതുങ്ങുന്നത്ര ചെറുതാണ്. പുഴയുടെ മണൽത്തിട്ട പോലെ വിസ്തൃതമായിട്ടുള്ള നിന്റെ നിതംബം കണ്ടപ്പോൾ എൻ്റെ ഉള്ളിൽ കാമമാകുന്ന രോഗം വർദ്ധിക്കുന്നു. മദനൻ എന്നെ അഗ്നികാട്ടുതീ പോലെ എന്നിൽ കത്തുകയാണ്. നിന്നോടൊപ്പം ചേർച്ചയെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ച് കാമദേവൻ എന്നെ ദഹിപ്പിക്കുകയാണ്. ആത്മാർപ്പണമാകുന്ന മഴ കൊണ്ടും നിന്നോടുള്ള സംഗമമാകുന്ന മേഘങ്ങൾ കൊണ്ടും ഈ അഗ്നിയെ നീ ഒന്ന് കെടുത്തിത്തരൂ. ഭയങ്കരമായിട്ടുള്ള മന്മഥൻ്റെ അമ്പുകൾ എൻ്റെ ഉള്ളിൽ കിടന്ന് ഹൃദയത്തെ തകർക്കുന്നു. ഇപ്പോൾ എന്നെ ബാധിച്ചിരിക്കുന്ന ഈ വലിയ മോഹത്തെ ശമിപ്പിച്ചിട്ട് എന്നെ നീ മരണത്തിൽ നിന്ന് രക്ഷിക്കൂ. നല്ല മാലകളും വസ്ത്രങ്ങളും ധരിച്ച് സർവാഭരണ വിഭൂഷിതയായി നീ എന്നോടൊപ്പം സുഖിക്കാൻ തയ്യാറാകുക. നീ വരൂ. സകല സുഖങ്ങളും അനുഭവിച്ച് നീ ജീവിക്കേണ്ടവളാണ്. മറ്റുള്ളവരുടെ ദാസ്യവേല ചെയ്ത് കഷ്ടപ്പെടേണ്ടവളല്ല നീ. അല്ലയോ ഗജഗാമിനി, നീ എന്നിൽ നിന്ന് വളരെ വലിയ സൗഭാഗ്യങ്ങൾ അനുഭവിക്കേണ്ടവളാണ്. അമൃതത്തിന് തുല്യമായിട്ടുള്ള മദ്യം സേവിച്ച് എന്നോടൊപ്പം നീ സന്തോഷിച്ച് ജീവിക്കൂ. പലവിധ സുഖസൗകര്യങ്ങൾ അനുഭവിക്കൂ. എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് എൻ്റെ കൂടെ വസിക്കൂ. എന്തൊരു നല്ല പ്രായം, എന്തൊരു ഭംഗി! നീ എന്തിനാണിത് പാഴാക്കുന്നത്? നല്ല പൂമാല കെട്ടിയുണ്ടാക്കിയിട്ട് അത് ധരിച്ചില്ലെങ്കിൽ അതിൻ്റെ ഭംഗി കൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നിന്റെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണത്? നീ എന്നോടൊപ്പം ചേർന്നാൽ എൻ്റെ പഴയ ഭാര്യമാരെയൊക്കെ ഞാൻ ഉപേക്ഷിക്കാം. അവരെയൊക്കെ നിന്റെ ദാസിമാരാക്കുകയും ചെയ്യാം. സുന്ദരി, ഞാനും നിന്റെ ആജ്ഞയ്ക്കനുസരിച്ച് എപ്പോഴും നിന്റെ കാൽക്കൽ ദാസനായിട്ട് നിൽക്കാം. ഇത് കേട്ടിട്ട് ദ്രൗപദി പറഞ്ഞു: അല്ലയോ സൂതപുത്ര, നീ എന്താണ് ഈ വിചാരിക്കുന്നത്? നീ എന്നെ പ്രാർത്ഥിക്കേണ്ടവളാണെന്നാണോ കരുതുന്നത്? ഞാൻ വെറും ഒരു സൈരന്ധ്രി മാത്രമാണ്. തലമുടി കെട്ടിക്കൊടുക്കുന്ന നിസാരയായിട്ടുള്ള താഴ്ന്ന ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. ഞാൻ മറ്റൊരുവിൻ്റെ ഭാര്യയുമാണ്. നിനക്ക് മംഗളം വരട്ടെ. ഞാൻ നിനക്ക് ചേർന്നവളല്ല. ജീവജാലങ്ങൾക്കെല്ലാം സ്വന്തം പത്നിയാണ് പ്രിയപ്പെട്ടവൾ. നീ ധർമ്മത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. മറ്റൊരുവിൻ്റെ ഭാര്യയിൽ നീ ഒരിക്കലും മനസ്സ് വയ്ക്കരുത്. അനാവശ്യ കാര്യങ്ങൾ ഇടപെടാതിരിക്കുക എന്നതാണ് നല്ല മനുഷ്യരുടെ വ്രതം. കിട്ടാത്ത വസ്തുവിൽ മോഹിക്കുന്ന പുരുഷൻ പാപിയാണ്. അമിതമായിട്ടുള്ള മോഹത്തിൽപ്പെട്ട് അവൻ വലിയ ചീത്തപ്പേര് സമ്പാദിക്കും. വൈശമ്പായനൻ കഥ തുടരുകയാണ്. സൈരേന്ദ്ര ഇപ്രകാരം പറഞ്ഞപ്പോൾ കാമമോഹിതനായിട്ടുള്ള കീചകൻ അറിഞ്ഞുകൊണ്ട് തന്നെ പരസ്ത്രീയെ ആഗ്രഹിക്കുന്നെന്ന തെറ്റായ വഴി തിരഞ്ഞെടുത്തു. ദുർബുദ്ധിയായിട്ടുള്ള ദുഷ്ടൻ നിയന്ത്രിക്കാനാവാത്ത വിധം സ്വയം നാശത്തിന് കാരണമാക്കുന്ന വാക്കുകൾ പറഞ്ഞു. അല്ലയോ സുന്ദരി, നീ കാരണമായി കാമദേവൻ എന്നെ വല്ലാതെ ദഹിപ്പിക്കുന്നു. നീ ഇങ്ങനെ പറഞ്ഞ് എന്നെ തള്ളിക്കളയരുത്. ഇത്രയും ഇഷ്ടത്തോടെ സംസാരിക്കുന്ന എന്നെ നീ ഉപേക്ഷിച്ചാൽ അത് നിനക്ക് ദോഷം ചെയ്യും. നീ ഇത്ര ഭീരുവാണോ? നീ പിന്നീട് സങ്കടപ്പെടേണ്ടി വരും. സുന്ദരി, ഞാൻ ഈ നാടിൻ്റെ പ്രഭുവാണ്. നിന്നെ ഇവിടെ താമസിക്കാൻ അനുവദിച്ചവനും ഞാനാണ്. അത് നിനക്കറിയാമോ? കരുത്തുകൊണ്ട് എനിക്കെതിരായി ഈ രാജ്യത്ത് നിൽക്കാൻ ആരുമില്ല. ഈ ഭൂമിയിൽ എന്നോട് തുല്യനായിട്ട് നിൽക്കാൻ യോഗ്യരായിട്ടുള്ള ആരുമില്ല. അത്രയേറെ സൗന്ദര്യവും യൗവനവും ഭാഗ്യവും എനിക്കുണ്ട്. നോക്കൂ, നിനക്കാണെങ്കിൽ കാമത്തെ തൃപ്തിപ്പെടുത്താനുള്ള എല്ലാ ഗുണങ്ങളുമുണ്ട്. എന്നിട്ട് എന്തിനാണ് നീ മറ്റുള്ളവരെ ദാസിപ്പണി ചെയ്ത് ജീവിക്കുന്നത്? സുന്ദരി, നീ വരിക. ഞാൻ ഇന്ന് നിനക്ക് ഈ രാജ്യം തരാം. നീ എൻ്റെ പ്രിയതമയാവുക. നീ എന്നെ സ്വീകരിക്കൂ. പ്രധാനപ്പെട്ട സുഖഭോഗങ്ങളെല്ലാം അനുഭവിക്കുക. കീചകൻ ഇങ്ങനെയുള്ള മോശമായിട്ടുള്ള വർത്തമാനം പറഞ്ഞപ്പോൾ ദ്രൗപദി അവനോട് മറുപടി പറഞ്ഞു: അല്ലയോ സൂതപുത്ര, നീ വഴിതെറ്റി ചിന്തിക്കരുത്.
നിന്റെ ജീവനെ നീ അപകടത്തിലാക്കരുത്. വെറുതെ ജീവൻ കളയരുത്. എനിക്ക് കാവൽക്കാരായി ഭയങ്കരന്മാരായിട്ടുള്ള 5 ഗന്ധർവന്മാരുണ്ട്. ഈ 5 ഭർത്താക്കന്മാർ ദേഷ്യപ്പെട്ടാൽ നിന്നെ കൊന്നുകളയും. നീ നന്നായി ആലോചിക്കുക. നശിക്കാനായി നിൽക്കരുത്. ആരും കാണാത്ത വഴിയിലൂടെ രക്ഷപ്പെടാമെന്ന് നീ വിചാരിക്കുന്നത്. നീ നന്നായി ആലോചിക്കുക. നശിക്കാനായി നിൽക്കരുത്. ആരും കാണാത്ത വഴിയിലൂടെ രക്ഷപ്പെടാമെന്നാണ് നീ വിചാരിക്കുന്നത്. നീ ഭൂമിയുടെ ഉള്ളിൽ ചെന്ന് ഒളിച്ചാലും ദൂരെ ഓടിപ്പോയാലും കടലിൽ അപ്പുറത്ത് ചെന്നിരുന്നാലും ആ ഗന്ധർവന്മാരുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷ കിട്ടില്ല. ആകാശത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ദേവതുല്യരായിട്ടുള്ള ഗന്ധർവന്മാർ നിന്നെ തകർത്ത് കളയും. അല്ലയോ കീചക, മാരകമായിട്ടുള്ള രോഗി മരണത്തെ കാത്തിരിക്കുന്നത് പോലെയാണ് നീ എന്നെ ആഗ്രഹിക്കുന്നത്. അമ്മയുടെ കയ്യിലിരിക്കുന്ന കുട്ടി ചന്ദ്രനെ പിടിക്കാൻ മോഹിക്കുന്നത് പോലെയാണ് എന്നെ കിട്ടാനുള്ള നിന്റെ ആഗ്രഹം. ആ ഗന്ധർവന്മാരുടെ ഭാര്യയായിട്ടുള്ള എന്നെ നീ മോഹിച്ചാൽ ഭൂമിയിലോ ആകാശത്തിലോ നിനക്ക് രക്ഷയില്ല. ജീവിക്കണമെന്ന് നിനക്ക് ആഗ്രഹമില്ലെങ്കിൽ നീ മരിച്ചത് തന്നെ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ദ്രൗപദി കീചകനെ തള്ളിക്കളഞ്ഞുവെങ്കിലും എല്ലാ മര്യാദകളും ലംഘിച്ച് കാമത്തിൽ മുങ്ങിയ കീചകൻ നേരെ സുദേഷണയുടെ അടുത്തെത്തി പരാതി പറഞ്ഞു. കീചകൻ പറഞ്ഞു, സുദേഷണേ, പെങ്ങളെ, നീ എന്നെ മരണത്തിൽ നിന്ന് രക്ഷിക്കണം. ആ സൈരന്ധ്രിയെ കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. അവളെ എങ്ങനെയെങ്കിലും എൻ്റെ വരുതിയിലാക്കി തരണം. ഞാൻ അത്രയേറെ മോഹിച്ചിട്ടാണ് പറയുന്നത്. അവളെ കിട്ടാൻ നീ വിചാരിച്ചാലേ സാധിക്കൂ. അവൻ ഇപ്രകാരം കരഞ്ഞു പറയുന്നത് കേട്ടപ്പോൾ വിരാടപത്നിയായിട്ടുള്ള സുദേഷണയ്ക്ക് അവനോട് ദയ തോന്നി. അവൾ ആലോചിച്ച ശേഷം ദ്രൗപദിയുടെ രൂപഭാവങ്ങൾ കണ്ട് ഒരു തീരുമാനത്തിലെത്തി. സുദേഷണ കീചകനോട് പറഞ്ഞു, കീചക, നീ വിശേഷപ്പെട്ട ഭക്ഷണവും മദ്യവും ഒക്കെ ഒരുക്കി വെക്കുക. മദ്യം കൊണ്ടുവരാനായി ഞാൻ അവളെ നിൻ്റെ അടുത്തേക്ക് അയക്കാം. അപ്പോൾ നീ യാതൊരു തടസ്സവുമില്ലാതെ ഇഷ്ടമുള്ള രീതിയിൽ അവളെ സന്തോഷിപ്പിച്ച് സുഖമായി ജീവിക്കുക. വൈശമ്പായനൻ കഥ തുടരുകയാണ്. സഹോദരിയായിട്ടുള്ള സുദേഷണ ഇപ്രകാരം പറഞ്ഞപ്പോൾ കീചകൻ അവിടെ നിന്ന് വളരെ സന്തോഷത്തോടു കൂടിയിട്ട് പോയി. അവൻ രാജാവിന് ചേർന്ന വിധത്തിൽ വിശേഷപ്പെട്ട മദ്യവും പലതരം കറികളും തയ്യാറാക്കി വെച്ചു. മിടുക്കരായിട്ടുള്ള പാചകക്കാർ ഭക്ഷണം ഒരുക്കി വെച്ചു. കീചകൻ എല്ലാം തയ്യാറാക്കി വിവരം സഹോദരിയായിട്ടുള്ള സുദേഷണയെ അറിയിച്ചു. ഉടനെ സുദേഷണ സൈരന്ധ്രിയെ വിളിച്ചിട്ട് കീചകൻ്റെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. സുദേഷണ പറഞ്ഞു, സൈരന്ധ്രി, നീ വേഗം കീചകൻ്റെ വീട്ടിൽ പോയി എനിക്കായി കുറച്ച് മദ്യം വാങ്ങിക്കൊണ്ടുവരിക. എനിക്ക് വല്ലാതെ ദാഹിക്കുന്നുണ്ട്. സൈരന്ധ്രി പറഞ്ഞു, രാജ്ഞി, ഞാൻ അവൻ്റെ വീട്ടിലേക്ക് പോയില്ല. അവൻ മര്യാദയില്ലാത്തവനാണെന്ന് അങ്ങേക്ക് അറിയാമല്ലോ. അങ്ങയുടെ വീട്ടിൽ വസിക്കുന്ന ഞാൻ ഇത്തരം ഒരു മോശമായ കാര്യത്തിന് വേണ്ടിയിട്ട് തയ്യാറല്ല. ഞാൻ ഇവിടെ വന്നപ്പോൾ അങ്ങേക്ക് നൽകിയ ഉറപ്പ് ഓർമ്മയില്ലേ? സുന്ദരിയായിട്ടുള്ള സുദേഷണെ, കീചകൻ ബുദ്ധിശൂന്യനാണ്. അവൻ എന്നെ തനിച്ച് കിട്ടിയാൽ വിടില്ല. തീർച്ചയായും അവമാനിക്കും. അതുകൊണ്ട് ഞാൻ അവൻ്റെ അടുത്തേക്ക് പോകില്ല. രാജ്ഞി, അങ്ങയുടെ കീഴിൽ വേറെയും ദാസിമാരുണ്ടല്ലോ. അവരിൽ ആരെങ്കിലും അയച്ചുകൂടെ? അതാണ് നല്ലത്. ഞാൻ ചെന്നാൽ അവനെന്നെ തീർച്ചയായിട്ടും അപമാനിക്കും. സുദേഷണ പറഞ്ഞു, ഇല്ല, അവൻ നിന്നെ ഉപദ്രവിക്കില്ല. ഞാനല്ലേ നിന്നെ അയക്കുന്നത് എന്ന് പറഞ്ഞ് അടപ്പുള്ള ഒരു സ്വർണ്ണപാത്രം അവളുടെ കയ്യിൽ കൊടുത്തു. സൈരന്ധ്രി സംശയത്തോടെയും സങ്കടത്തോടെയും ദൈവമേ, എന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മദ്യം വാങ്ങാനേ കീചകൻ്റെ വീട്ടിലേക്ക് പോയി. സൈരന്ധ്രി പറഞ്ഞു, ഞാൻ എൻ്റെ ഭർത്താക്കന്മാരെ അല്ലാതെ മറ്റൊരു പുരുഷനെയും മോഹിച്ചിട്ടില്ല. ഈ സത്യം എന്നെ കീചകനിൽ നിന്ന് രക്ഷിക്കട്ടെ. പിന്നെ സൈരന്ധ്രി സൂര്യദേവനെ പ്രാർത്ഥിച്ചു. സൂര്യൻ അവളുടെ ഹൃദയത്തിലെ സത്യം മനസ്സിലാക്കി. അവളെ സംരക്ഷിക്കാനായി രഹസ്യമായിട്ട് ഒരു രാക്ഷസനെ അയച്ചു. ആ രാക്ഷസൻ അവളെ വിട്ടുമാറാതെ അദൃശ്യനായി എല്ലായിടത്തും പിന്തുടർന്നു. പേടിച്ച് വിറച്ചു വരുന്ന സൈരന്ധ്രിയെ കണ്ടപ്പോൾ പുഴ കടക്കാൻ തോണി കണ്ട യാത്രക്കാരനെ പോലെ കീചകൻ സന്തോഷത്തോടെ അവളെ എതിരേറ്റു. കീചകൻ പറഞ്ഞു, അല്ലയോ സുന്ദരി, നിനക്ക് സ്വാഗതം. നിന്നെ കാണുന്നത് എനിക്ക് എത്രയോ സന്തോഷമുള്ള കാര്യമാണ്. എൻ്റെ പ്രിയതമേ, നീ എൻ്റെ ആഗ്രഹം സാധിച്ചു തരിക. സ്വർണ്ണമാലയും ശംഖും കുണ്ടലങ്ങളും മണിരത്നങ്ങളും നല്ല വസ്ത്രങ്ങളും നിനക്കായി ഞാൻ ഉടനെ വരുത്താം. നിനക്കായി വിരിച്ചിരിക്കുന്ന ഈ മെത്തയിൽ നീ വന്നിരിക്കൂ. നമുക്ക് മദ്യപിച്ച് സന്തോഷിക്കാം. ദ്രൗപദി പറഞ്ഞു, രാജകുമാരി എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാനാണ് എന്നെ ഇങ്ങോട്ട് അയച്ചത്. വേഗം മദ്യം തരൂ, അവളവിടെ കാത്തിരിക്കുകയാണ്. കീചകൻ പറഞ്ഞു, ഭദ്രേ, അത് ഞാൻ മറ്റാരുടെയെങ്കിലും കയ്യിൽ കൊടുത്തു വിട്ടോളാം എന്ന് പറഞ്ഞ് കീചകൻ അവളുടെ വലതുകയിൽ പിടിച്ചു. ദ്രൗപദി പറഞ്ഞു, മനസ്സുകൊണ്ട് പോലും ഞാൻ എൻ്റെ ഭർത്താക്കന്മാരെ ചതിച്ചിട്ടില്ല. എന്നിൽ ആ സത്യമുണ്ടെങ്കിൽ പാപിയായിട്ടുള്ള നിന്നെ അവർ ചവിട്ടി മരിക്കുന്നത് ഞാൻ കാണാനിടയാകട്ടെ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. കീചകനാകട്ടെ തന്നെ ശകാരിച്ചുകൊണ്ടിരുന്ന ആ സുന്ദരിയെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അവൾ അവനെ തള്ളിമാറ്റി. അവൻ അവളുടെ വസ്ത്രത്തിൻ്റെ തലയ്ക്കൽ പിടിച്ചു വലിച്ചു. ശക്തിയുള്ള അവൻ്റെ ആ പിടിച്ചു വലിയും ശല്യവും സഹിക്കാനാവാതെ വന്നപ്പോൾ അവൾ നെടുവേർപ്പിട്ടു. അവൾ അവനെ ശക്തിയെ തള്ളിയപ്പോൾ ആ മഹാപാപി വേരറ്റ മരം പോലെ നിലത്ത് വീണു. തന്നെ പിടിക്കാൻ ശ്രമിച്ച കീചകനെ നിലത്ത് തള്ളിയിട്ടിട്ട് ദ്രൗപദി നേരെ വിരാട രാജാവിൻ്റെ സഭയിലേക്ക് ഓടി. രാജാവും മറ്റുള്ളവരും കണ്ടു നിൽക്കെ കീചകൻ ഓടിച്ചെന്ന് അവളെ തലമുടിയിൽ പിടിക്കുകയും കാലുകൊണ്ട് അവളെ ചവിട്ടി വീഴ്ത്തുകയും ചെയ്തു. അവളെ രക്ഷിക്കാനായിട്ട് സൂര്യനയച്ച രാക്ഷസൻ വായു വേഗത്തിൽ വന്ന് കീചകനെ അടിച്ചു നീക്കി. ആ രാക്ഷസൻ്റെ അടിയേറ്റ കീചകൻ മുറിഞ്ഞു വീണ മരം പോലെ ബോധമില്ലാതെ നിലംപതിച്ചു. ഭീമനും യുധിഷ്ഠിരനും ദ്രൗപദിയുടെ ഈ അവസ്ഥ കണ്ടപ്പോൾ കീചകൻ അവളെ ഉപദ്രവിച്ചത് കണ്ടിട്ട് സഹിക്കാനായില്ല. ആ ദുഷ്ടനെ അപ്പോൾ തന്നെ കൊല്ലാനായി ഭീമൻ പല്ലിറമി ദേഷ്യത്തോടെ നിന്നു. അവൻ്റെ കൺപീലികൾ ഉയരുകയും കണ്ണു ചുവന്ന പുരുകങ്ങൾ നെറ്റിയിൽ ചുളിയുകയും ചെയ്തു. അവൻ വിയർത്ത നെറ്റി കൈകൊണ്ട് തുടച്ചു. ശത്രുക്കളെ നശിപ്പിക്കുന്ന ഭീമൻ കോപത്തോടെ എഴുന്നേൽക്കാൻ വേണ്ടിയിട്ടൊരുങ്ങി. അപ്പോൾ രഹസ്യം പുറത്താകുമെന്ന് ഭയന്ന് യുധിഷ്ഠിരൻ തൻ്റെ കൈവിരൽ കൊണ്ട് ഭീമൻ്റെ കാൽവിരൽ അമർത്തി അവനെ തടഞ്ഞു. മത്തഗജത്തെ പോലെ നിന്ന ഭീമൻ അടുത്തുള്ള ഒരു വൃക്ഷത്തിലേക്ക് നോക്കി. മരം പിഴുതെടുത്ത് അടിക്കാൻ ആലോചിക്കുന്ന ഭീമനെ യുധിഷ്ഠിരൻ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലയോ സൂത, നീ എന്തിനാണ് മരത്തിലേക്ക് നോക്കുന്നത്? വിറകിനാണോ? വിറക് വേണമെങ്കിൽ പുറത്തുപോയി വല്ല മരവും മുറിച്ചെടുക്കുക. ദ്രൗപദി സഭയിലേക്ക് ഓടിക്കയറി.
ദയനീയമായി നിൽക്കുന്ന തൻ്റെ ഭർത്താക്കന്മാരെ അവൾ നോക്കി. തൻ്റെ സത്യം സംരക്ഷിക്കാനായി വേഷം മാറി നിൽക്കുന്ന ദ്രൗപദി ദേഷ്യത്തോടെ വിരാട രാജാവിനോട് പറഞ്ഞു, 5 നാടുകൾക്കും അപ്പുറത്തുള്ള രാജ്യത്തിരുന്നിട്ടും ശത്രുവിനെ ഭയന്ന് ഉറങ്ങാത്ത അത്രയും വീരന്മാരായിട്ടുള്ള പുരുഷന്മാരുടെ ഭാര്യയായിട്ടുള്ള എന്നെ ഒരു സൂതൻ ചവിട്ടിയിരിക്കുന്നു. ബ്രാഹ്മണനെ ബഹുമാനിക്കുന്നവരും ദാനശീലരും സത്യം പറയുന്നവരുമായിട്ടുള്ള പുരുഷന്മാരുടെ പാനിയായിട്ടുള്ള ഭാര്യയെ ഒരു സൂതൻ ചവിട്ടിയിരിക്കുന്നു. യുദ്ധപേര് മുഴക്കുന്ന വീരന്മാരുടെ ഭാര്യയെ ഒരു ഭീരു ചവിട്ടിയിരിക്കുന്നു. തേജസ്സുള്ളവരും ബലവാന്മാരും അഭിമാനികളുമായിട്ടുള്ള ധീരന്മാരുടെ ഭാര്യയെ ഒരു സൂതൻ ചവിട്ടിയിരിക്കുന്നു. അവരൊന്ന് മനസ്സ് വെച്ചാൽ ലോകം മുഴുവൻ നശിപ്പിക്കാൻ കഴിവുള്ളവരാണ്. അങ്ങനെയുള്ളവരുടെ ഭാര്യയാണ് ഒരു സൂതൻ ചവിട്ടിയത്. അഭയം തേടി വരുന്നവർക്ക് സംരക്ഷണം നൽകുന്നവരും വിഷം ചീറ്റിക്കൊണ്ടിരിക്കുന്നവരുമായിട്ടുള്ള ആ മഹാവീരന്മാർ ഇപ്പോൾ എവിടെ പോയി? ആ സൂതപുത്രൻ ചവിട്ടി ദ്രോഹിച്ച തൻ്റെ പത്നിയുടെ അവസ്ഥ കണ്ടിട്ടും ശക്തരായിട്ടുള്ള അവർ എന്തുകൊണ്ടാണ് ഒന്നും ചെയ്യാത്തത്? അവരുടെ ദേഷ്യവും വീര്യവും തേജസ്സും എവിടെ പോയി? ദുഷ്ടൻ ഉപദ്രവിക്കുന്ന ഭാര്യയെ രക്ഷിക്കാൻ മുന്നോട്ട് വരാത്ത വിധം അവർക്ക് എന്തു പറ്റി? വിരാട രാജാവ് ധർമ്മം മറന്നാൽ പിന്നെ എന്തു ചെയ്യും? കുറ്റമൊന്നും ചെയ്യാത്ത എന്നെ അത് ഉപദ്രവിക്കുന്നത് കണ്ടിട്ടും അദ്ദേഹം അത് സഹിച്ചിരിക്കുകയാണല്ലോ ചെയ്തത്. കീചകൻ ചെയ്ത കുറ്റം കണ്ടിട്ടും അവനെ ശിക്ഷിക്കാൻ രാജാവ് ആഗ്രഹിക്കുന്നില്ല. കള്ളന്മാരെ പോലെ മറിഞ്ഞിരിക്കുന്ന നിങ്ങളുടെ ധർമ്മത്തിന് സഭയിൽ സ്ഥാനമില്ല. ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ നിന്റെ മുന്നിലിട്ട് അവൻ ഉപദ്രവിച്ചിരിക്കുന്നു. സഭയിലുള്ളവരെ, നിങ്ങളും ഇത് കണ്ടില്ലേ? കീചകൻ ചെയ്യുന്ന അക്രമം നീക്കങ്ങൾ കാണുന്നില്ലേ? കീചകന് ധർമ്മം അറിയില്ല. ഈ മത്സ്യരാജാവിനും അറിഞ്ഞുകൂടല്ലോ. ഈ രാജാവിനെ ചുറ്റി നിന്ന മറ്റുള്ളവർക്കും ധർമ്മം അറിയില്ല. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം പലതും പറഞ്ഞ് പാഞ്ചാലി കണ്ണീർ വാർത്തു. സുന്ദരിയായിട്ടുള്ള അവൾ ഇത്തരത്തിൽ മത്സ്യരാജാവിനെ കുറ്റപ്പെടുത്തി സംസാരിച്ചു. വിരാടൻ പറഞ്ഞു, നിങ്ങൾ തമ്മിൽ രഹസ്യമായി വല്ല ശത്രുതയുണ്ടോ എന്ന് എനിക്കറിയില്ല. കാര്യത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഞാൻ വലുതും ചെയ്താൽ അത് ശരിയാവുകയില്ല. സഭയിലുള്ളവർ കാര്യങ്ങൾ ആലോചിച്ച ശേഷം ദ്രൗപദിയെ ബഹുമാനിക്കുകയും കീചകനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. കൃഷ്ണ കുറ്റക്കാരിയല്ലെന്നും അവർ പറഞ്ഞു. സഭയിലുള്ളവർ പറഞ്ഞു, ഈ അതിസുന്ദരിയായിട്ടുള്ള സ്ത്രീ ആരുടെ ഭാര്യയാണോ അവൻ മഹാഭാഗ്യവാനാണ്. അവൻ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. മനുഷ്യരിൽ ഇത്രയും സുന്ദരിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണുക പ്രയാസമാണ്. എല്ലാ അവയവങ്ങളും മനോഹരമായിട്ടുള്ള ഇവൾ വെറും ഒരു മനുഷ്യ സ്ത്രീയല്ല, ഒരു ദേവതയാണെന്ന് ഞങ്ങൾ കരുതുന്നു. വൈശമ്പായനൻ പറഞ്ഞു. ഇപ്രകാരം സഭയിലുള്ളവർ കൃഷ്ണയെ അഭിനന്ദിച്ചു. ദേഷ്യം കൊണ്ട് യുധിഷ്ഠിരൻ്റെ നെറ്റി വിയർത്തുപോയി. പ്രിയപ്പെട്ട ഭാര്യയോട് കൗരവരിൽ ഉത്തമനായിട്ടുള്ള യുധിഷ്ഠിരൻ പറഞ്ഞു, സൈരന്ധ്രി, നീ പോവുക, ഇവിടെ നിൽക്കേണ്ട. സുദേഷണിയുടെ കൊട്ടാരത്തിലേക്ക് പോവുക. ഭർത്താവിനെ പിന്തുടർന്ന് കഷ്ടപ്പെടുന്ന വീരപത്നിമാർ ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിലൂടെ കിട്ടുന്ന കഷ്ടപ്പാടുകൾ സഹിച്ചാൽ പുണ്യലോകത്തെ പ്രാപിക്കും. ദേഷ്യം കാണിക്കാനുള്ള സമയമാണിതെന്ന് നിന്റെ ഭർത്താക്കന്മാർ ഇപ്പോൾ കരുതുന്നുണ്ടാവില്ല. അതുകൊണ്ടാവാം സൂര്യനെപ്പോലെ തേജസ്സുള്ള ആ ഗന്ധർവന്മാർ ഇപ്പോൾ വരാത്തത്. സൈരന്ധ്രിയായിട്ടുള്ള നീ നാണമില്ലാത്ത നടിയെപ്പോലെ ഇവിടെ സമയം നോക്കാതെ കരയുന്നത് ശരിയല്ല. ഈ രാജ്യസഭയിൽ മത്സ്യരാജാക്കന്മാരുടെ ചൂതുകളിക്ക് നീ തടസ്സമുണ്ടാക്കരുത്. നീ പോകൂ. ഗന്ധർവന്മാർ വേണ്ടതുപോലെ നിനക്ക് നല്ലത് ചെയ്യും. ശത്രുവിൽ നിന്നുണ്ടായിട്ടുള്ള നിന്റെ ദുഃഖം അവർ തീർക്കാതിരിക്കില്ല. സൈരന്ധ്രി പറഞ്ഞു, ദയുള്ള അവരുടെ ധർമ്മപത്നിയാണ് ഞാൻ. ചൂതാടുന്ന ജ്യേഷ്ഠൻ്റെ കൽപ്പന അനുസരിക്കുന്നതിനാൽ അവരെ ആർക്കും എന്തും ചെയ്യാവുന്ന വിധം ദുർബലരായി തീർത്തല്ലോ. വൈശമ്പായനൻ കഥ തുടരുകയാണ്. ഇപ്രകാരം പറഞ്ഞ് പാഞ്ചാലി സുദേഷനുടെ കൊട്ടാരത്തിലേക്ക് പോയി. പോകുമ്പോൾ സുന്ദരിയായിട്ടുള്ള അവളുടെ കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നിരുന്നു. മനോഹരമായിട്ടുള്ള മുടി അഴിഞ്ഞുലഞ്ഞു കിടന്നു. കരഞ്ഞിരുന്ന അവളുടെ സുന്ദരമായിട്ടുള്ള മുഖം കാർമേഘം നീങ്ങിയ തെളിഞ്ഞ ചന്ദ്രനെ പോലെ തിളങ്ങി. സുദേഷണ അവളോട് പറഞ്ഞു, അല്ലയോ സുന്ദരി, നിന്നെ ആരാണ് ഉപദ്രവിച്ചത്? എന്തിനാണ് നീ കരയുന്നത്? നിന്നെ ആരെങ്കിലും ഉപദ്രവിച്ചോ? ഭദ്രേ പറയൂ. ദ്രൗപദി പറഞ്ഞു, മദ്യം കൊണ്ടുവരാൻ പോയ എന്നെ കീചകൻ ഉപദ്രവിച്ചു. സഭയിൽ രാജാവ് നോക്കി നിൽക്കെ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വെച്ച് വിജനമായിട്ടുള്ള കാട്ടിലെന്ന പോലെ അവൻ എന്നെ മർദ്ദിച്ചു. സുദേഷണ പറഞ്ഞു, സുന്ദരി, വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കീചകനെ കൊല്ലാൻ ഉത്തരവിടാം. കാമമൂത്ത് അപൂർവ സുന്ദരിയായിട്ടുള്ള നിന്നെ അപമാനിച്ചതിന് അതുതന്നെയാണ് ശരിയായിട്ടുള്ള ശിക്ഷ. സൈരന്ധ്രി പറഞ്ഞു, അവൻ ആരോടാണോ കുറ്റം ചെയ്തത് അവർ അവനെ കൊല്ലാതെ വിടില്ല. അത് ഉറപ്പാണ്. ഈ ബലവാൻ യമലോകത്തെത്തുമെന്നുള്ള കാര്യം തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കേൾക്കാം. ഇതുവരെ ക്ഷമയോട് കൂടിയിട്ട് എന്നോടൊപ്പം കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുമുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.